अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, സ്ഥിരചിത്തതയില്ലെങ്കിൽ ബൈഅത്തും അപൂർണമാണ്. അള്ളാഹുവിലേക്ക് മനുഷ്യൻ ചരിക്കുമ്പോൾ വഴിയിൽ വിവിധങ്ങളായ പ്രയാസങ്ങളെയും കൊടുങ്കാറ്റുകളെയും തരണം ചെയ്യേണ്ടതായി വരുന്നു. ഇതിലൂടെ കടന്നുപോകാത്തിടത്തോളം അവന് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യമല്ല. പറയുന്നു, സമാധാന കാലഘട്ടത്തിൽ സ്ഥിരചിത്തതയുടെ വില മനസ്സിലാവുകയില്ല. കാരണം സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും കാലത്ത് എല്ലാവരും സന്തോഷവാന്മാരായിരിക്കും, സുഹൃത്തായിത്തീരാൻ തയ്യാറായിരിക്കും. സ്ഥിരചിത്തൻ എന്ന് പറയുന്നത് സർവ്വവിധ പ്രയാസങ്ങളും സഹിക്കുന്നവനെയാണ്. സ്ഥിരചിത്തത എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, സ്വലാത്ത് എന്നത് സ്ഥിരചിത്തത ലഭിക്കുവാനുള്ള ഉത്തമ മാർഗമാണ്. അത് കൂടുതലായി ചൊല്ലുക. എന്നാൽ ഒരു ആചാരം എന്ന നിലക്കല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുഗ്രഹങ്ങളും സേവനങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് തിരുനബിയുടെ സ്ഥാനപദവി ഉയരുന്നതിനു വേണ്ടിയും തിരുനബിയുടെ വിജയങ്ങൾക്കു വേണ്ടിയും ഇത് ചെയ്യുക. ഇത് മുഖേന ദുആ സ്വീകാര്യതയുടെ മധുര മനോഹരമായ രുചിയുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തന്റെ ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ പറയുകയുണ്ടായി, ഹൃദയത്തിന്റെ സ്ഥിരചിത്തതയ്ക്കായി കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ ചില റിവായത്തുകൾ കേൾപ്പിക്കുന്നതാണ്. ഇതിൽ അവരുടെ ക്ഷമയും സഹനവും എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. അതേപോലെ അല്ലാഹു തആല ഏതു രീതിയിലുള്ള സ്നേഹപ്രകടനമാണ് അവരോട് നടത്തിയിരുന്നത് എന്ന് മനസ്സിലാകുന്നതാണ്. ഏതെല്ലാം രീതിയിൽ ദുആ അവരുടേത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നതാണ്. ഹസ്രത്ത് നൂർ മുഹമ്മദ് സാഹിബ് റിവായത്ത് ചെയ്യുന്നു, ജനുവരി 7, 1906 ഞാൻ കുടുംബസമേതം ബലൂചിസ്ഥാനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ എന്റെ ഉസ്താദ് മൗലവി സാഹിബ്
ഇമാം മസ്ജിദ് അഹ്ലെ ഹദീസുകാരൻ बैत करके वापस गए। എന്നെ വിളിപ്പിച്ചു. കാദിയാനിൽ പോയി ബയ്യത്ത് ചെയ്ത് വന്നതായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. എന്നോട് പറഞ്ഞു, पर्दा മിർസ സാഹിബ് പുസ്തകങ്ങളിലെല്ലാം വളരെ നല്ലത് തന്നെയാണ് എഴുതുന്നത്, എന്നാൽ പിന്നിൽ ഉപദേശിക്കുന്നത് മറ്റൊന്നാണ്. कहते अपने मुरीदों को कुछ और है എഴുതുന്നത് ഒന്നും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊന്നും. किया गया खत लिख के ഞാൻ ഹസ്രത്ത് അഖ്ദസിന്റെ അടുത്ത് ഇത് സംബന്ധമായി ഒരു കത്തെഴുതി. हमारी तलकीन മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് മുഖേന എനിക്ക് മറുപടി ഹുസൂർ ഇപ്രകാരം അയച്ചു. നമ്മുടെ ഉപദേശം ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വാക്കിലും പ്രവൃത്തിയിലും കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനുമാണ്. सिर्फ ये कहा ഈ മറുപടി മൗലവി സാഹിബിനെ കാണിച്ചപ്പോൾ അദ്ദേഹം മറ്റൊന്നും പറയാതെ हुआ है या नहीं നിനക്ക് बताना शुरू किया। ഇൽഹാം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അതായത് എന്നെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം अखबार में ഒരു പത്രത്തിൽ എഴുതിയിരുന്നു, खुदा से पूछना चाहिए तो मैंने दुआ की थी എന്നെക്കുറിച്ച് ജനങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. कबूल कर लो। ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദുആ ചെയ്തു. അപ്പോൾ എനിക്ക് ഇൽഹാമുണ്ടായി, സത്യവാനാണ്, സ്വീകരിക്കുക. बल्कि ഇതിനുശേഷം ഞാൻ എവിടെ പോയാലും അങ്ങാടിയിലും ഓഫീസിനകത്തും പുറത്തുമെല്ലാം എന്നെ കളിയാക്കുന്നതിനായി ജനങ്ങൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പ്യൂണിനോട് कि मैं मसीह मौत की बैत करके आया हूँ, ഓഫീസിലുള്ളവർ चपरासी को कोई എന്നെ കേൾക്കെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതിനായി പറയും, मऊद को मारो, ഹുക്ക മഊദ് കൊണ്ടുവാ, दूध लाओ, इस किस्म की बेहुदा किस्म की बातें പൂച്ച മഊദിനെ കൊണ്ടുവാ, കടലാസ് മഊദ് കൊണ്ടുവാ, ഇങ്ങനെയുള്ള നിരർത്ഥകമായ കാര്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങി. दुआएं ये होती थी कि ऐ मौला करीम हज़रत मसीह ഈ സമയത്ത് ഞാൻ ചെയ്യാറുള്ള ദുആ ഇപ്രകാരമായിരുന്നു, അള്ളാഹുവെ, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ സംരക്ഷണ ദുആ നീ സ്വീകരിച്ചാലും. എല്ലാ ഞായറാഴ്ചയും ഹുസൂറിന്റെ സമക്ഷം ദുആക്ക് വേണ്ടി ഞാൻ കത്തയക്കുമായിരുന്നു. മറ്റൊരു ദുആ ഇതായിരുന്നു, ഹുസൂറിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ കോയിട്ടയിൽ നിന്നും സ്ഥലം മാറ്റണമേ. पॉलिटिकल एडवाइजर എന്റെ ഓഫീസർ ഖാൻ ബഹാദൂർ മുഹമ്മദ് ജലാലുദ്ദീൻ CIA IE പൊളിറ്റിക്കൽ അഡ്വൈസർ ജമാഅത്തിന്റെ കഠിന വിരോധിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും എന്നെ മാറ്റണമേ എന്ന് ഞാൻ ദുആ ചെയ്തു. कहते हैं സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ പ്രമോഷനോട് കൂടിയുള്ള മാറ്റം നൽകുകയും ചെയ്യണമേ എന്നും ദുആ ചെയ്തു. പറയുന്നു, 3 ദിവസം കഴിഞ്ഞതിന് മുമ്പേ ഞാൻ മുഫ്തി സാഹിബ് ലാഡിയുടെ ബന്ധുവായിക്കൊണ്ട് സ്ഥലം മാറുകയുണ്ടായി. അവിടെ എത്തിയപ്പോൾ ഞാൻ ഒറ്റക്കാണ്. कि खुदा ताला ने അങ്ങനെ നിത്യവും ഹുസൂറിന് കത്തയക്കാൻ തുടങ്ങി. वहाँ 12 आदमी അള്ളാഹു അവന്റെ ഫضല് കൊണ്ട് अहमदी बनाए। ഇതിന്റെ ഫലമായി 12 ആളുകൾ അവിടെ ഒരു വർഷത്തിനുള്ളിൽ അഹമ്മദികളായി. कोई रात न जाती എനിക്ക് കൂടുതലായി ഇൽഹാമുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു. ഇൽഹാം ഇല്ലാത്ത ഒരു രാത്രി പോലും കടന്നുപോയിരുന്നില്ല. रवायत के रजिस्टर में यहाँ लिखने वाले ने कुछ आगे पीछे लिखा है, बहरहाल आगे रवायत ये चलती है തുടർന്ന് റിവായത്ത് എഴുതുന്ന വ്യക്തി കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. हो गया। और वहाँ നിവേദനം തുടരുന്നു. ഷാദി ഖാൻ എന്നു പേരുള്ള ഒരു അറബുകാരനുണ്ടായിരുന്നു. അദ്ദേഹം അഹമ്മദിയായി. മിയാ ഗുൽമദ് സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. ലോച്ചോയുടെ നേതാവായിരുന്നു അദ്ദേഹം. कि शादी खान अहमदी हो गया तो उन्होंने अपने लोगों को कहा कि शादी खान को गोश्त ഷാദി ഖാൻ അഹമ്മദിയായി എന്നറിഞ്ഞപ്പോൾ दे दो, फेंक दो। അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും വാങ്ങുന്ന ഇറച്ചി പുറത്തേക്ക് വലിച്ചെറിയുക. ഇദ്ദേഹം അഹമ്മദിയാണ്, അടിച്ച് ശരിയാക്കുക. ആ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹത്തിന്റെ തലപൊട്ടി രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ഡെപ്യൂട്ടി കമ്മീഷണർ സാഹിബ് ബഹാദുർ സിദ്ദി ബലൂചിസ്ഥാന്റെ അടുത്ത് കേസ് നൽകി. കേസ് രേഖപ്പെടുത്തിയ ശേഷം എനിക്ക് ഇൽഹാമുണ്ടായി, ഷാദി ഖാന്റെ വീട് സംരക്ഷിക്കപ്പെടുന്നതാണ്. जो तादाद ഇതിനെക്കുറിച്ച് എല്ലാ കൂട്ടുകാരെയും ഞാൻ അറിയിച്ചു. मकान में चले അവരുടെ സ്ത്രീകളും കുട്ടികളും എല്ലാം അടക്കം 36 പേർ ഉണ്ടായിരുന്നു. कि शादी അവരോടെല്ലാം ഷാദി ഖാന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ ഷാദി ഖാൻ താൻ കണ്ടൊരു സ്വപ്നം വിവരിക്കുകയുണ്ടായി. शौकों से खेमा लगाए ഒരു വലിയ സദസ്സിൽ ഞാൻ വിളിക്കപ്പെട്ടു. അവിടെ ഒരു കസാരയിൽ കൂടാരത്തിന് താഴെ ഒരു വലിയ ആൾ ഇരിക്കുന്നുണ്ട്. और हज़रत मसीह मौद अलैहिस्सलाम അദ്ദേഹത്തിന് ചുറ്റും ഈ ഉമ്മത്തിലെ ഔലിയാക്കൾ ഇരിക്കുന്നുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാതിലിൽ കാത്തു നിൽക്കുകയാണ്. और हज़रत मसीह मौद अलैहिस्सलाम എന്റെ एक हाथ തലയിൽ നിന്നും അപ്പോൾ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കൈ എന്റെ താടിയല്ലിലും बता रहे हैं മറ്റേ കൈ തലക്കും പിടിച്ചുകൊണ്ട് कि
കസേരയിൽ ആസനസ്ഥനായ ആ വലിയ വ്യക്തിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ ശിഷ്യരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കസേരയിൽ ഇരിക്കുന്ന ആൾ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു ജനറൽ അവിടെ ഹാജരായി. അദ്ദേഹം പൂർണ്ണമായും मैं आगे हुआ, യൂണിഫോമിലായിരുന്നു. ഷാദിഖാന്റെ കൂടെ പോകാൻ അദ്ദേഹം കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ മുമ്പിലും എന്റെ പിന്നിൽ ജനറലും അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു സൈന്യവും. അങ്ങനെ ഈ പട്ടണത്തിൽ പ്രവേശിച്ചു. ഈ സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പ്രതികാരം അള്ളാഹു സ്വയം ചെയ്യുന്നതാണ്. ഇതിനുശേഷം ശക്തമായ വെള്ളപ്പൊക്കം വന്നു. പട്ടണത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി മുങ്ങി. ഷാദിഖാന്റെ വീട് മാത്രം സുരക്ഷിതമായി നിൽക്കുകയും ചെയ്തു. अब्दुल गफ्फार साहब डस्कवी फरमाते हैं ഹദ്രത്ത് ജാൻ മുഹമ്മദ് സാഹിബ് പറയുന്നു, कि सख्त मुखालफत हुई 1903 അഹമ്മദികളായ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഡസ്കയിൽ ഞാൻ ആദ്യ അഹമ്മദിയായിരുന്നു. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. सफाई करने वाले को रोका गया। വെള്ളം കൊണ്ടുവരുന്നവരെയും വീട് അടിച്ചുവാരി വൃത്തിയാക്കുന്നവരെയും എല്ലാം അവർ തടഞ്ഞു. मौलवी साहब को पानी दिया करो। इन मुखालिफ വെള്ളക്കാരൻ മൗലവിമാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വെള്ളം കൊടുക്കുന്നതിൽ നിന്നും തടയുകയാണെങ്കിൽ ഞാൻ തഹസീൽദാരോട് ചെന്ന് പരാതിപ്പെടുന്നതാണ്. കാരണം അദ്ദേഹത്തിന് വെള്ളം തടയരുത് എന്ന് എനിക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. और खाकरोब को जब कहा तो उसने कहा ഇത് പറഞ്ഞപ്പോൾ അവർ അയാളെ തടയുന്നതിൽ നിന്നും വിട്ടുനിന്നു. पाकिस्तान में ईसाई होते हैं तो या കാരണം പൊതുവിൽ പാകിസ്ഥാനിൽ അടിച്ചുവാരുന്നവർ ക്രിസ്ത്യാനികളായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ പൊതുവിൽ ഇഷ്ടപ്പെടാത്ത ജാതിയിലുള്ളവരായിരിക്കും. ഇങ്ങനെയുള്ള मौलवी साहब तुम्हारे साथ വേർതിരിവ് പാടില്ല. അടിച്ചുവാരുന്ന ആൾ തടഞ്ഞപ്പോൾ പറഞ്ഞു, മൗലവി സാഹിബ് നിങ്ങളുടെ കൂടെ ഭക്ഷിക്കാറില്ല, നിങ്ങളും അവരെ കൂടെ ഭക്ഷിക്കാറില്ല. ना मौलवी साहब तुम्हारे साथ खाते हैं ना तुम लोग। अगर तुम हमारे साथ खा लो, यानी खाना तो इकट्ठे खाते नहीं तुम लोग, ना वो तुम्हारे साथ खाए ना तुम। നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ठीक है, अगर तुम हमारे साथ खा लो ഞങ്ങൾ വിട്ടുനിൽക്കാം. तो छोड़ देंगे। അതായത് ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല, പിന്നെ എന്തിനാണ് ഈ പ്രശ്നം? खा लो तो मौलवी साहब को छोड़ देंगे। നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മൗലവി സാഹിബിനെ ഞങ്ങൾ വിടാം. खाकसार ഇത് കേട്ടപ്പോൾ അവർ ലജ്ജിച്ചു, തലതാഴ്ത്തി, പിന്നീട് എതിർത്തുകൊണ്ടേയിരുന്നു. कि लोग मेरा पानी बंद करते ഹദ്രത്ത് അഖ്ദസിന്റെ സമക്ഷം ഈ കാര്യം ഞാൻ എഴുതി. हैं। फिरोजदीन और चौधरी ജനങ്ങൾ എന്റെ വെള്ളം പോലും മുടക്കുന്നു, മസ്ജിദുകളിൽ നമസ്കരിക്കുന്നതിൽ നിന്നും തടയുന്നു. മൗലവി ഫസലുദ്ദീൻ, നസറുല്ലാ ഖാൻ സാഹിബ് എന്നീ ലീഡർമാര് അഹമ്മദികളായിരുന്നെങ്കിൽ ജമാഅത്ത് വളരെയധികം പുരോഗതി പ്രാപിക്കുന്നതാണ്. ख्याल मत करें। ഹദ്രത്ത് അഖ്ദസ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് മറുപടി എഴുതിക്കൊണ്ട് പറഞ്ഞു, ഇന്ന വ്യക്തി അഹമ്മദി ആയാൽ ജമാഅത്ത് വളരും എന്ന് താങ്കൾ പറയരുത്. सिलसिला आसमानी है। നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും നമസ്കാരത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുക. ഇത് ആകാശീയമായ പ്രസ്ഥാനമാണ്. ഇത് വളരും, ഭൂമിയുടെ കോണുകളോളം എത്തും. की होंगी अब സ്വാത്വികരായ എല്ലാവരും ഇതിൽ പ്രവേശിക്കും. उसके बाद जमात മസ്ജിദുകൾ അഹമ്മദികളുടേതായി തന്നെയായി തീരും. मस्जिदें നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. चाहे पाबंदियां അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് വ്യാപിക്കുകയും ചെയ്തു. ഈ മസ്ജിദുകൾ അഹമ്മദികളുടേതായി മാറുന്നതാണ്. हज़रत अब्दुल ഇവർ എത്ര തന്നെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചാലും ശരി. अल्लाह बख्श साहब फरमाते हैं कि हजूर अनवर का वसाल हो गया, मैं वहीं मौजूद ഹദ്രത്ത് അബ്ദുള്ള സാഹിബ്, गैर अहमदी वगैरह मुखालफीन അള്ളാഹ് ബഖ് സാഹിബിന്റെ മകൻ, അദ്ദേഹം വിവരിക്കുന്നു, के बाहर तमाशा दे ഉസൂറിന്റെ വഫാത്ത് നടന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അനഹമ്മദികൾ ഉൾപ്പെടെയുള്ള എതിരാളികൾ ബിൽഡിങ്ങിനപ്പുറത്ത് നിന്നുകൊണ്ട് കളിയാക്കി ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ പുറത്ത് വാതിലിലും ഇരിക്കുകയായിരുന്നു. ഒരാൾ പൊട്ടിക്കരഞ്ഞു. ഹസ്രത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ വിശ്വാസം മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഹദ്രത്ത് മിർസ സാഹിബ് തന്റെ ജോലി ചെയ്തു പോയി. ഇപ്പോഴാണ് സ്ഥിരചിത്തത കാണിക്കേണ്ടത്. ഇത് കരയാനുള്ള അവസരമല്ല. फरमाते हैं ഹദ്രത്ത് साहेब ഖൈറുദ്ദീൻ സാഹിബിന്റെ ഒരു റിവായത്തുണ്ട്. वो मौलवी मोहम्मद हुसैन साहब बटाल പറയുന്നു, എന്റെ ഉസ്താദായ മൗലവി അല്ലാദത്ത സാഹിബ് മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവിയുടെ तो उन्होंने वो रसाला पढ़ा। വളരെ അംഗീകരിക്കുന്ന വ്യക്തിയായിരുന്നു. ഇഷാദ് സുന്ന എന്ന പത്രത്തിൽ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി എഴുതിയത് അദ്ദേഹം വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ പുകഴ്ത്തി പറഞ്ഞ വ്യക്തി ആരാണ്? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹത്തെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. हज़रत अक़दस की ज़ियारत के लिए कादियान आए। जब वो आए तो हुजूर അങ്ങനെ അദ്ദേഹം
उन्होंने आकर हुजूर को ഉസൂറിനെ കാണാനായി കാദിയാനിൽ വന്നു. दबाते हज़रत अक़दस के चेहरे मुबारक की तरफ देखा അദ്ദേഹം വന്നപ്പോൾ ഉസൂർ കിടക്കുകയായിരുന്നു. जो हदीसों में इमाम ഉടനെ അദ്ദേഹം ഉസൂറിന്റെ കാലുകൾ തടവാൻ തുടങ്ങി. आप पर चुस्पा തടവിക്കൊണ്ടിരുന്നപ്പോൾ ഉസൂറിന്റെ മുഖത്തേക്ക് അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസൂർ, ഇമാം മഹദിയെക്കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞ രൂപമെല്ലാം താങ്കളിൽ പൂർത്തിയാകുന്നുണ്ട്. कहते हैं कि मैंने अर्ज की कि हुजूर मेरा दिल चाहता है മസീം അലൈഹി സ്വലാത്തു വസ്സലാം ബയ്യത്ത് വാങ്ങുന്നതിന് മുമ്പേയുള്ള സംഭവമാണിത്. मुझे अभी हुक्म नहीं ഉസൂർ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അല്ലാഹ് ദത്ത സാഹിബ് പറയുന്നു, ഞാൻ പറഞ്ഞു, താങ്കളെ ബയ്യത്ത് ചെയ്യാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഉസൂർ പറഞ്ഞു, ഞാൻ ഇതുവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉസൂർ എന്തൊന്നാണോ ആകേണ്ടിയിരുന്നത് അത് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പറയുന്നു, എന്റെ ഉസ്താദ് സാഹിബ് ഹദരത്ത് അഖ്ദസിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു കവിഞ്ഞു. തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഉസൂർ ബയ്യത്തിന്റെ വിജ്ഞാപന വിളംബരം ചെയ്തപ്പോൾ അദ്ദേഹം ഉടനെ ബയ്യത്ത് ചെയ്തു. ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തോട് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നു. ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അലസത കൊണ്ട് മാത്രം നീണ്ടുപോയി. 1906 വന്നപ്പോൾ ഞാൻ നേരിട്ട് പോയി ബയ്യത്ത് ചെയ്തു. ദുഹർ ബാങ്ക് കൊടുത്തിരുന്നു. ഉസൂർ മസ്ജിദ് മുബാറക്കിന്റെ മിഹ്റാബിൽ ആഗതനായി. എന്നിട്ട് പറഞ്ഞു, ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ मेहराब में रौनक अफरोज മുന്നോട്ട് വരിക. ഞാൻ വുളൂ ചെയ്ത് നമസ്കരിക്കാനായി വരികയായിരുന്നു. കോണിപ്പടിയുടെ അടുത്ത് करके नमाज എത്തിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഉസൂർ പറയുന്നത് ബയ്യത്ത് ചെയ്യാൻ വല്ലവരുമുണ്ടെങ്കിൽ വന്ന് ബയ്യത്ത് ചെയ്യുക എന്നാണ്. ഉടനെ ഞാൻ ഉസൂറിന്റെ സമക്ഷം ഹാജരാവുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഹസ്രത്ത് ഖാസി മുഹമ്മദ് യൂസുഫ് സാഹിബ് പറയുന്നു, ഞാൻ 27 വർഷം ഗവൺമെന്റ് ജോലി ചെയ്തു. मोहम्मद यूसुफ साहब फरमाते हैं 15 രൂപ മുതൽ 200 രൂപ വരെ മാസ ശമ്പളം ലഭിക്കുകയും ചെയ്തു. और 15 रुपए महवार से 200 तक महवार പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒരു കൂട്ടരും പ്രയോജനം ചെയ്യാത്ത സ്ഥലങ്ങളിൽ അള്ളാഹു മാത്രം പ്രയോജനപ്പെടുകയുണ്ടായി. बल्कि ज्यादा അവന്റെ ഫضലും കൃപയും കാരണമായാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചത്. പല പരീക്ഷണങ്ങളും ഒന്നും എല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തു. അന്യർ എതിർക്കുക സ്വാഭാവികം. സ്വന്തക്കാർ പോലും വർഷങ്ങളോളം യൂസുഫിന്റെ സഹോദരന്മാർ ചെയ്തതുപോലെ എന്നോട് പെരുമാറി. उन्होंने तो करना ही എന്നാൽ അള്ളാഹു താല ഓരോ എതിരാളിയെയും അസൂയാലുവിനെയും അവരുടെ അസൂയയിലും കുഴപ്പങ്ങളിലും പരാജയപ്പെടുത്തുകയുണ്ടായി. എപ്പോഴും അള്ളാഹു എന്റെ ദുആ കേട്ടു. അള്ളാഹുവിൽ നിന്ന് മാത്രം ഞാൻ നന്മയെല്ലാം പ്രതീക്ഷിച്ചു. खुदा ताला ने हमेशा मेरी दुआएं सुनी ലാഹോറിലുള്ളവർ के हक में मेरा പ്രവാചക നിന്ന എന്ന കുറ്റം എന്നിൽ ചുമത്തി. അതിർത്തിയിലെ അഹ്റാരികൾ लाहौर ने എന്നെ പരസ്യമായി കൊല്ലാൻ ഒരാളെ നിയമിച്ചു. जिम्मे बांधा അള്ളാഹു എന്നെ കുറ്റവിമുക്തനാക്കുന്നതിനായി തോക്കിൽ ഉണ്ട തിരിച്ചുവെപ്പിച്ചു. അത് കാരണം വെടിപൊട്ടിയില്ല. खुदा ताला മുഹമ്മദ് അജീ ഖാൻ എന്ന അഹമ്മദി കൊലയാളിയെ അറസ്റ്റ് ചെയ്തു, പോലീസിനെ ഏൽപ്പിച്ചു. അതിർത്തി ഗവൺമെന്റ് 9 വർഷത്തോളം അയാളെ ജയിലിൽ അടച്ചു. ശത്രു പരാജിതനായി. അള്ളാഹു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാം പൂർത്തിയായി. ഞങ്ങളെ തീ കൊണ്ട് പേടിപ്പിക്കരുത്. നീ ഞങ്ങളുടെ അടിമയാണ്, അല്ല അടിമകളുടെയും അടിമയാണ്. पूरा हुआ कि आग से हमें मट മിയാ നിസാമുദ്ദീൻ സാഹിബ് ടൈലർ മാസ്റ്റർ പറയുന്നു, 1902 മാർച്ചിൽ ഞങ്ങൾ ജഹലമിൽ നിന്നും അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം ജൽസ കാണാൻ ലാഹോറിൽ വന്നു. 1902 ഞങ്ങൾ 3 പേരായിരുന്നു. में हम जेलम से अंजुमन हमायत इस्लाम के സമ്മേളന നഗരിയുടെ പുറത്ത് ഒരു മൗലവി വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് जलसागाह के बाहर മിർസ നഊദ് ബില്ലാഹ് കുഷ്ഠരോഗിയായിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. खड़ा था അദ്ദേഹം നബിമാരെ അപമാനിക്കുകയായിരുന്നു എന്ന് പറയുകയുണ്ടായി. कि मिर्जा नाउ അതോടൊപ്പം ഒരു നോട്ടീസും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. यानी कोड हो गया उनको वो नबियों की हद तक അതിലെ വിഷയവും ഇത് തന്നെയായിരുന്നു. ഞാൻ അയാളിൽ നിന്ന് നോട്ടീസ് വാങ്ങി എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഖാദിയാനിൽ പോയി മിർസ സാഹിബിനെ നേരിട്ട് കാണാം. और साथ ഈ സംഭവം നേരിട്ട് കണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഞങ്ങൾ മൂവരും ഖാദിയാനിൽ വന്നു. മഗ്രിബ് നമസ്കാര സമയത്ത് ഹദ്റത്ത് സാഹിബിനെ കണ്ടു. അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. എന്റെ കൂട്ടുകാരും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ മൗലവി കളവ് പറഞ്ഞതാണോ, അതോ നാം കണ്ട വ്യക്തി അല്ലേ മിർസ സാഹിബ്, മറ്റു വല്ലവരുമാണോ? രാത്രി കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ ഖലീഫ അവലിനോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മീർ സാഹിബ് തന്നെ. ഖലീഫ അവൽ ആ നോട്ടീസ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ നോട്ടീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, मैंने हज़रत खलीफा നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. आपने फरमाया ഖുർആൻ കയ്യിൽ പിടിച്ച് വലിയ കളവ് പറഞ്ഞ നിങ്ങളുടെ മൗലവിയെ, അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായി നിങ്ങൾ കണ്ട മിർസ സാഹിബിനെ बताया ये हमारे पास भी पहुंचा है अब तुम जिसको चाहो सच्चा कह सकते हो खा अपने मौलवी को
ലുഹർ നമസ്കാരത്തിന് ഹസ്രത്ത് സാഹിബ് നമസ്കാരത്തിനായി വന്നു. അപ്പോൾ ഞാൻ ഉസൂറിന്റെ മുമ്പാകെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അപ്പോൾ ഉസൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ എതിർക്കുമ്പോൾ മൗലവിമാർ കളവ് പറയുന്നത് അനുവദനീയമായി കരുതുകയാണ്. हुजूर को सारा हाल बयान किया तो हुजूर ने മസീഹ് മൗദിന്റെ കാലത്തുള്ള ഉലമാക്കൾ ഏറ്റവും മോശമായ ജീവികളായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഉദൂറിന്റെ വാക്കുകൾ കേട്ട് തൃപ്തിയായി. ഉദൂറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്യുന്നു, എന്റെ കൂട്ടുകാരും ബയ്യത്ത് ചെയ്യുന്നു. ഇത്രയും വലിയ കളവ് കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ബയ്യത്ത് ഇപ്പോൾ തന്നെ സ്വീകരിച്ചാലും. ഉസൂർ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ബയ്യത്ത് ചെയ്യുന്നത് ശരിയല്ല. എന്റെ കാര്യങ്ങളൊന്നും ഇതേവരെ നിങ്ങൾ കേട്ടിട്ടില്ല. കുറച്ചു ദിവസം ഇവിടെ താമസിക്കുക, കാര്യങ്ങൾ കേൾക്കുക, പൂർണ്ണമായ ബോധ്യം വന്നാൽ മാത്രം ബയ്യത്ത് ചെയ്യുക. अभी तुमने നിങ്ങൾ ബയ്യത്ത് ചെയ്ത് ഇവിടെ നിന്നും പോയി മൗലവിമാരുടെ ആക്ഷേപം കേട്ട് ഇതിൽ നിന്നും വിട്ടുപോകുന്നതിന് ഇടവരരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാപികളായിത്തീരുന്നതാണ്. ബയ്യത്ത് ചെയ്ത് പിന്തിരിഞ്ഞാൽ കൂടുതൽ പാപികളായി മാറുന്നതാണ്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും നമ്മുടെ സഹവാസത്തിൽ കഴിച്ചുകൂട്ടുക. ഞങ്ങൾ നിശബ്ദരായിരുന്നു, അവിടെ താമസിച്ചു. ഉസൂർ നമസ്കാരത്തിൽ നിന്നും വിരമിച്ച് അകത്തേക്ക് പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം हम खामोश हो गए। അദ്ദേഹം പറയുന്നു, हुजूर ने नमाज से ഞാൻ हुजूर अंदर चले गए। ടൈലറായിരുന്നു. 12 രൂപ ശമ്പളത്തിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ചെയ്യാത്തതുകൊണ്ട് അഹമ്മദിയായ കാരണം അദ്ദേഹം എന്നെ പുറത്താക്കി. എന്റെ സ്വന്തക്കാരും അന്യരും എല്ലാം എന്റെ ശത്രുക്കളായി മാറി. എന്റെ കൂട്ടുകാരനായ ഒരാൾ ബേക്കറി നടത്തുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കടയിലെ സാധനങ്ങൾ തിന്നുന്നത് ഹറാമാണെന്ന് എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. एक शख्स जो हमारे ഇന്നും പാകിസ്ഥാനിൽ ചില അഹമ്മദി കച്ചവടക്കാരോട് ഇതാണ് നടന്നു വരുന്നത്. लिया कि इसकी दुकान का सौदा खाना हराम है। ലാഹോർ ഹൈക്കോർട്ട് ഒരു റെസൊല്യൂഷൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സീഷാൻ എന്നത് അഹമ്മദികൾ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് കുടിക്കുന്നത് ഹറാമാണ് എന്ന് പറയുകയുണ്ടായി. पास किया है कि 8 ദിവസം വരെ ബൈക്കാട്ട് ക്ഷമിച്ചുകൊണ്ടിരുന്നു. 8ാം ദിവസം അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ബയ്യത്ത് ഉപേക്ഷിച്ച് മുർത്തദ്ദായി പോയി. ഞങ്ങൾ 2 പേർ മാത്രം ബാക്കിയായി. ഞങ്ങൾ 2 പേരും ടൈലർമാരായിരുന്നു. ഞങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. ആ നാളുകളിൽ പലപ്പോഴും എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉസൂറിന്റെ അടുത്ത് ചെന്നു. എന്റെ അവസ്ഥ വിവരിച്ചു. ഉസൂർ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ സ്ഥിരചിത്തത പ്രകടിപ്പിച്ചാൽ ഈ പ്രയാസങ്ങൾ ഉടനെ അള്ളാഹു നിങ്ങളിൽ നിന്നും അകറ്റുന്നതാണ്, നല്ല നാളുകൾ കൊണ്ടുവരുന്നതാണ്. പറയുന്നു, 1 വർഷം വരെ വളരെ പ്രയാസത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. ജോലി ഒന്നും ഇല്ലാത്ത പ്രയാസം കൊണ്ട് ഞാൻ വീണ്ടും കാദിയാനിൽ വന്നു. फिर कहते हैं एक साल ഉസൂറിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് എന്റെ പ്രയാസങ്ങൾ വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസൂർ അനുവദിച്ചാൽ ഞാൻ ആഫ്രിക്കയിലേക്ക് പോകാം, ഒരുപക്ഷെ അള്ളാഹു കരുണ ചെയ്തേക്കാം. അപ്പോൾ ഉസൂർ പറഞ്ഞു, ഈ മാർഗത്തിൽ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ വരുന്നതാണ്. അത് ചിലപ്പോൾ വളരെ കഠിനതരമായിരിക്കും. താങ്കൾക്ക് അവിടെ പോയി വല്ല കഠിനതരമായ പരീക്ഷണത്തിലും അകപ്പെടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. रास्ते में मोमिन को इब्तिला ഞാൻ വീണ്ടും അനുവാദം ചോദിച്ചപ്പോൾ പറഞ്ഞു, നാളെ മറുപടി പറയാം. അടുത്ത ദിവസം ളുഹർ നമസ്കാരത്തിന് ശേഷം പറഞ്ഞു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആഫ്രിക്കയിലേക്ക് പോവുക. पर फरमाया ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആർക്കെല്ലാം സന്ദേശം എത്തിക്കാൻ സാധിക്കുമോ എത്തിക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ നിരക്ഷരനാണ്, എന്നിരുന്നാലും എപ്പോഴും തബ്ലീഗ് ചെയ്യാനുള്ള ചിന്ത ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. चाहते रहना, जहाँ भी जाओ तबलीग का काम नहीं छोड़ना। मैं चूंकि अनपढ़ हूँ, ഗുലാം മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു तबलीग का शौक വിവരിക്കുന്നു, कि हर वक्त और हर आन ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലാഹോറിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ലാഹോറിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസംഗമുണ്ടായിരുന്നു. പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ചൌധരി അല്ലാദത്ത സാഹിബ് മർഹൂം പശയുടെ പാത്രം തലയിൽ ചുമന്നുകൊണ്ട് പോസ്റ്ററുകൾ ഓരോ സ്ഥലത്തും ഒട്ടിച്ചുകൊണ്ടിരുന്നു. उन दिनों में അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കണ്ട് എതിരാളികളിൽ പലരും അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി. ചൌധരി സാഹിബ് പോസ്റ്റർ ഒട്ടിക്കും, എതിരാളികൾ അത് चौधरी अल्लाह साहब കീറിക്കളയും, जो എന്നിട്ട് ചീത്ത പറയും. खाना वाली എന്നിട്ട് कि वो लई की देगची सर पे उठाए हुए शहर में हर जगह इश्तिहार चश्मा ഉസൂർ താമസിച്ചിരുന്ന വീട്ടിൽ അടുത്തൊരു മരമുണ്ടായിരുന്നു. मुखालफिन ने उनको कई दफा ടാലിയുടെ पीटा तो മരമായിരുന്നു അത്. चौधरी साहब മൗലവി ടാലി എന്ന് വിളിക്കുന്ന ഒരു എതിരാളിയും വെറും പൈജാമ മാത്രം ധരിച്ചിരുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. इन दिनों का वाकया തോളിലോ ശരീരത്തിലോ മറ്റൊന്നും ഒരു വസ്ത്രവും ഉണ്ടായിരുന്നില്ല.
അയാൾ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ആ മരത്തിൽ കയറിയിട്ടാണ് അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ടായിരുന്നത്. के शीशम के एक मौलवी ഹദ്രത്ത് ഹാഫിസ് ഗുലാം റസൂൽ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വസീറാബാദി വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ കാദിയാനിലെത്തി कपड़ा होता था, എന്റെ പേരിലുള്ള കള്ളക്കേസുകളെ കുറിച്ച് പറഞ്ഞു. दरख्तों पे चढ़ के ये बेहुदा बकवास എതിരാളികൾ കള്ളക്കേസ് കൊടുത്ത് കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞ് എന്റെ വീട് തട്ടിയെടുത്തിരിക്കുന്നു. हज़रत गुलाम ഹുസൂർ പറഞ്ഞു, ഹാഫിസ് സാഹിബ്, साहब वज़ीराबादी കുട്ടികളുടെ കല്യാണത്തിനും സുന്നത്ത് നടത്തുന്നതിനുമായി ജനങ്ങൾ വീടെല്ലാം വിറ്റ് എല്ലാം നഷ്ടപ്പെടുത്തുന്നു. അള്ളാഹുവിന് വേണ്ടി താങ്കളുടെ വീട് പോയിട്ടുണ്ടെങ്കിൽ പോകട്ടെ, वहाँ पहुंच कर अपने ഇതിനേക്കാളും ഉത്തമമായത് അള്ളാഹു താങ്കൾക്ക് നൽകുന്നതാണ്. करके അള്ളാഹുവാണേ സത്യം. അദ്ദേഹം പറയുന്നു, ഈ പരിശുദ്ധ വചനം കേട്ടുടനെ എന്റെ ഹൃദയത്തിൽ നിന്നും വ്യസനങ്ങളെല്ലാം അകന്നു. എനിക്ക് സുലൈഖയുടെ കവിതയാണ് ഓർമ്മ വന്നത്. ജമാദി ചന്ദ് ദാദം ജാൻ ഖരീദം അൽഹംദുലില്ലാ അജബ് ന ഖരീദം. आपको और इससे बेहतर दे देगा। സുലേഖ മിസ്രിലെ ഖജനാവുകൾ കണ്ടുകൊണ്ടാണ് യൂസുഫിനെ വിലക്ക് വാങ്ങിയിരുന്നത്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, കുറച്ചു കല്ലുകൾ നൽകി ഒരു ജീവനെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന് നന്ദി, വളരെ കുറഞ്ഞ വിലയിലാണ് ഇത് ലഭിച്ചത്. ഞാനും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു ഈ പരിശുദ്ധ ഗ്രാമത്തിൽ എനിക്ക് സ്ഥലം നൽകി, അതിനേക്കാളും ഉത്തമമായ വീടും നൽകി, ഭാര്യയും മക്കളുമെല്ലാം നൽകുകയുണ്ടായി. उस वक्त कहा था कि चंद पत्थर दिए हैं, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു, അതും എഴുതാം. ഇത് മുഖേന സൽപ്രകൃതക്കാർക്ക് ഫലമുണ്ടായേക്കാം. कि अल्लाह ताला ने मुझको ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഒരിക്കൽ മസ്ജിദ് മുബാറക്കിൽ ഖാജ കമാലുദ്ദീൻ സാഹിബ് പറഞ്ഞു, മദ്രസ അഹമ്മദിയായിൽ പഠിക്കുന്നവർ മുല്ലാക്കളാണ് ആവുക. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തബ്ലീഗ് ചെയ്യുക എന്നത് നമ്മുടെ ജോലിയാണ്. മദ്രസ അഹമ്മദിയ നിർത്തലാക്കേണ്ടതാണ്. ആ സമയത്ത് മിർസ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. कि हज़रत मसीह मौद अलैहिस्सलाम की वफ़ात എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മദ്രസ അഹമ്മദിയായെ ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ആണ് സ്ഥാപിച്ചത്. ഇത് തുടർന്നു കൊണ്ടുപോകും. ഇതിൽ നിന്നും ഉലമാക്കൾ ഉണ്ടാകും. അവർ തബ്ലീഗ് പ്രവർത്തനം നടത്തും. ഇത് കേട്ടതോടുകൂടി ഖാജ സാഹിബ് നിശബ്ദനായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ വിജയിക്കാൻ സാധിക്കില്ലെന്ന് ഖാജ സാഹിബിന് വ്യക്തമായി കഴിഞ്ഞിരുന്നു എന്നാണ്. ഈ മദ്രസയിൽ പഠിച്ച് പുറത്തിറങ്ങിയവർ തബ്ലീഗ് പ്രവർത്തനം നടത്തുന്നതായി കാണുന്നവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. है, ये जारी रहेगा और ഹദ്രത്ത് ഷെയ്ഖ് അബ്ദുൽ വഹാ സാഹിബ് നൗ മുസ്ലിമിനെ കുറിച്ച് ഹബീബ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹദ്രത്ത് ഷെയ്ഖ് സാഹിബ് ദീനി കാര്യത്തിൽ ആത്മാഭിമാനമുള്ള വ്യക്തിയായിരുന്നു. हम अपने मतलब में कामयाब नहीं हो പല്ലിനു പകരം പല്ല് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത്. इसी स्कूल के तालीम याफ्ता फुज़ला അദ്ദേഹത്തിന് നേരിടാനുള്ള പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു. എതിരാളികളുടെ എതിർപ്പ് ചങ്കൂറ്റത്തോടെ നേരിട്ടിരുന്നു. സധൈര്യം നേരിട്ടിരുന്നു. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ മിണ്ടാതിരിക്കും. അസഭ്യം പറയുന്നത് കേട്ടാൽ നിങ്ങൾ ദുആ ചെയ്യുക, പ്രയാസങ്ങൾ സഹിച്ചും സുഖം നൽകുക എന്ന ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു. मुकाबले की खास स्पिरिट खुदा ताला ने उनमें रख दी थी ഹദ്രത്ത് മിയാ മുഹമ്മദ് സുഹൂറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, जाते हैं, ഹദ്രത്ത് അഖ്ദസ് ഞങ്ങളുടെ ബയ്യത്ത് വാങ്ങി അകത്തേക്ക് പോയി. गालियां देने लगे। അദ്ദേഹം ആദ്യം കാദിയാനിൽ വന്നപ്പോൾ ഒരു ദിവസം മാത്രമാണ് താമസിച്ചത്. മുൻഷി അബ്ദുൽ ഗഫൂർ സാഹിബ് കാരണം വേഗം തിരിച്ചു പോകേണ്ടി വന്നു. അദ്ദേഹം പേടിച്ചുകൊണ്ടാണ് വന്നത്. കാദിയാനിലേക്ക് പോയത് ജനങ്ങൾ അറിയരുത് എന്ന് അദ്ദേഹം കരുതി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ആരെയും പേടിയില്ലായിരുന്നു. എനിക്ക് ഹുസൂറുമായുള്ള ആദ്യ മുലാഖാത്ത് ഓർമ്മ വരുമ്പോൾ വളരെയധികം ദുഃഖവും വിഷമവും തോന്നുന്നു. എന്തുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. आना पड़ा क्योंकि वो डरते डरते ही गए थे कि लोगों को पता न लग जाए उनके गांव में। ജനങ്ങൾക്ക് ഞാൻ അഹമ്മദിയായ വിവരം ലഭിച്ചു. എന്നെയും ബുദ്ധിമുട്ടിപ്പിച്ചു. मुझे किसी का डर വെള്ളം പോലും തടഞ്ഞു. कितने दिन और കടക്കാരോട് പോലും ഒരു ഇടപാട് നടത്താൻ അനുവദിച്ചില്ല. रात का वक्त याद आता है। പാചകക്കാരനെയും തടഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടതായി വന്നു. എന്നാൽ കാലിടറാതെ അള്ളാഹു എന്നെ നിലനിർത്തി എന്നതിൽ അവനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ സാലിക്. ഹദ്രത്ത് മിയാ ഗുലാം മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഞാൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ എന്റെ പിതാവ് പറഞ്ഞു, 3 दिन के फाके होने लगे। ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാം മഹദി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ അദ്ദേഹത്തെ സ്വീകരിക്കണം. നിഷേധം ഈ ലോകത്ത് कि मेरे वालिद साहब ने जब ഈ ലോകത്ത് വെച്ച് തന്നെ നാശം വിളിച്ചു വരുത്തും. बैठा था, ആഖിറത്തിൽ ये बात आज से പര്യവസാനം വളരെ മോശവുമായിരിക്കും. तरीर दी है 60 साल कबल की है कि उन्होंने बयान किया कि उन्मानात से मालूम होता അവിടെ കൂടിയിരിക്കുന്നവർക്ക് ഈ ഉപദേശം പലവരും കേൾപ്പിച്ചു.
എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലം എന്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഒന്നാമതായി വിശ്വസിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം ഉന്നയിക്കുന്നതിന് മുമ്പേ വഫാത്താവുകയുണ്ടായി. അതിനുശേഷമാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദം ഉന്നയിച്ചത്. എന്റെ സഹോദരി പുത്രൻ ബയ്യത്ത് ചെയ്തു. ഞാൻ അവനെ ശക്തമായി എതിർത്തു. ഞാൻ പറഞ്ഞു, മഹദി ഇമാം സയ്യിദ് കുടുംബത്തിൽ നിന്നാണ് വരിക. പൊതുവിൽ ജനങ്ങൾ പറയുന്ന അടയാളങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ മിർസയെയാണ് ബയ്യത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ബയ്യത്ത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് പരിതപിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം പോയി അദ്ദേഹത്തെ ഒന്ന് കാണുക. എന്നെ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം സത്യവാനായിരിക്കുമോ എന്ന സന്ദേഹത്തോടെ ഞാൻ കാദിയാനിലേക്ക് പുറപ്പെട്ടു. ഞാൻ കാദിയാനിൽ പോയി ഹദ്റത്ത് സാഹിബിനോട് നേരിട്ട് ചോദിച്ചു. തൃപ്തിയായാൽ ബയ്യത്ത് ചെയ്യുന്നതാണെന്ന് മനസ്സിൽ കരുതി. ഞാൻ ഹദ്റത്ത് സാഹിബിന്റെ അടുത്ത് ചെന്നു. മുഹമ്മദ് ഹുസൈൻ ഉബലേവാലെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഹുസൂറിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഹുസൂർ മസ്ജിദ് മുബാറക്കിൽ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നാളിൽ മസ്ജിദ് വളരെ ചെറുതായിരുന്നു. ഒരു സഫിൽ 6 പേർക്കാണ് നിൽക്കാൻ കഴിഞ്ഞിരുന്നത്. ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിരുന്നു. കാൽ തടവി കൊടുത്തിരുന്നു. ഞാൻ ചോദിച്ചു, ഇമാം മഹദിയെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞു കേട്ടത് ഖുറ എന്ന പട്ടണത്തിൽ, ഇവിടെ മക്ക എന്നാണ് എഴുതിയത്, അതെന്തോ തെറ്റെഴുതിപ്പോയതാണെന്ന് തോന്നുന്നു. മിനാരത്തിൽ ഈസാ നബി ഇറങ്ങി വരും. സയ്യിദ് കുടുംബത്തിൽ പിറന്ന ഇമാം മഹദി അദ്ദേഹത്തെ താഴെ വെച്ച് കണ്ടുമുട്ടുന്നതാണ്. താങ്കൾ മുളുകൾ കുടുംബത്തിലാണ് ജനിച്ചത്. താങ്കൾ എങ്ങനെ ഇമാം മഹദിയാകും? എനിക്ക് കാര്യം മനസ്സിലാക്കി തന്നാൽ മതി, ഞാൻ ബയ്യത്ത് ചെയ്യുന്നതാണ്. ആ സമയത്ത് എന്റെ പുറം തടവിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഫ്തി സാഹിബിനെയും ഹദ്റത്ത് മുഹമ്മദ് ഹസൻ സാഹിബിനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക. മൗലവി സാഹിബ് എന്നെ കൂട്ടി പ്രസ്സിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിട്ട് ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞു, ഉടനെ എന്റെ ബയ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞാലും. ദുആർ സമയമായി. ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹുസൂർ എന്റെയും ധരംകോട്ട് നിവാസിയായ ഒരു സിഖുകാരന്റെയും ബയ്യത്ത് വാങ്ങി. അപ്പോൾ ഞാൻ ഹദ്റത്ത് സാഹിബിനോട് ചോദിച്ചു, എന്റെ മകൾ വിവാഹ പ്രായമെത്തിയിരിക്കുകയാണ്. അവരുടെ നിശ്ചയം എന്റെ സഹോദരിയുടെ പുത്രനുമായി കഴിഞ്ഞതാണ്. ഇവിടെ ഒരു മസലക്കുള്ള പരിഹാരം കൂടി നിർദ്ദേശിക്കുകയാണ്. അവർ അനഹമ്മദികളാണ്. ഞാനിനി എന്ത് ചെയ്യും? ഹുസൂർ പറഞ്ഞു, പരിശുദ്ധമായ ഒരു വസ്തുവിന്റെ കഷണം അന്യർക്ക് നൽകുക എന്നത് നന്നല്ല. അവർ എന്റെ എതിരാളികളാണ്. അതിൽ നിന്നുണ്ടാകുന്ന മക്കളും എന്റെ എതിരാളികളായിരിക്കും. ഞാൻ പറഞ്ഞു, നിശ്ചയം കഴിഞ്ഞിട്ട് 18 വർഷമായി, ഇനി എന്ത് ചെയ്യും? ഹുസൂർ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ തന്നെ ഹുസൂർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാനും പാടില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. അടുത്ത ദിവസം തന്നെ എന്റെ കുടുംബത്തെയും കൂട്ടി ഭാര്യ വീട്ടിൽ പോയി ഒറ്റക്ക് നമസ്കരിക്കാൻ തുടങ്ങി. ജനങ്ങൾ ചോദിച്ചു, ഇയാളെന്താ മിർസായി ആയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അഹമ്മദിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്റെ ഭാര്യ പിതാവ് എന്നോട് പറഞ്ഞു, ചില ആലിങ്ങൾ ലാഹോറിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് നിന്റെ മകളുടെ നിക്കാഹ് ഫസ്കായി പോയി എന്നാണ്. അപ്പോൾ എന്റെ ഭാര്യ പിതാവ് അവരോട് പറഞ്ഞു, എന്റെ മകളുടെ നിക്കാഹ് എങ്ങനെയാണ് ഫസ്കാകാൻ? നിങ്ങളുടെ മകളുടേത് ആയിത്തീരട്ടെ. ഈ കുട്ടി നല്ലവനാണ്. മുസ്ലിങ്ങളിൽ പല വിഭാഗങ്ങളുമുണ്ട്. എല്ലാവരും തിരുനബിയെ അംഗീകരിക്കുന്നവരാണ്. അതിനുശേഷം അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജനങ്ങൾ എന്നെ ആക്രമിക്കാതിരിക്കാനാണ് ഇത് ചെയ്തത്. എന്റെ അളിയന്മാർ എന്നെ വളരെയധികം എതിർത്തു. വല്ല അതിക്രമവും ഇല്ലാതിരിക്കുന്നതിനായി എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എന്നെ നീ തിരയേണ്ടതില്ല, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. എന്റെ ഭാര്യ പിതാവ് അറിഞ്ഞപ്പോൾ ഒരാളെ അയച്ച് എന്നെ വിളിപ്പിച്ചു. എന്റെ ഭാര്യ പറഞ്ഞു, നീ എന്തിനാണ് പോയത്? ഞാൻ പറഞ്ഞു, ഫിത്ന ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ എന്റെ ഭാര്യ സഹോദരന്മാരോട് പറഞ്ഞു, അഹമ്മദിയത്തിനെ കുറിച്ചാണ് പ്രശ്നമെങ്കിൽ ഞാൻ ആദ്യം അഹമ്മദിയാണ്, ഭർത്താവ് പിന്നീടാണ് അഹമ്മദിയായത്. നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് എനിക്ക് പ്രശ്നമില്ല. റിസ്ക് അള്ളാഹുവാണ് നൽകുക.
ഇദ്ദേഹത്തോടൊപ്പം ഞാൻ പോകും. അള്ളാഹുവാണ് എന്റെ റാസിക്ക്. അങ്ങനെ അവൾ എന്റെ കൂടെ പോന്നു. അവളെ പിതാവുടനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ തരുന്നതാണ്. ഇനി സഹോദരന്മാരോട് വാങ്ങേണ്ട കാലം വന്നാൽ നിങ്ങൾ തമ്മിലായി, അത് ഞാനറിയില്ല. തുടർന്ന് 2 കഴുതപ്പുറത്ത് ധാന്യങ്ങൾ നിറച്ചു, വസ്ത്രങ്ങളും മറ്റും നൽകി ഞങ്ങളെ നാട്ടിൽ എത്തിച്ചു. എനിക്ക് 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അനഹമ്മദികൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഏതൊരു പെൺകുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. വന്ന രാത്രി തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. എന്റെ ഗ്രാമത്തിലെ മിയാൻ സുൽത്താൻ അലി സെക്രട്ടറിയോട് അവളുടെ വിവാഹം നടത്തി. എന്റെ സഹോദരി പ്രയാസപ്പെടുത്തുമോ എന്ന് എന്റെ ഭാര്യ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഹുസൂറിന്റെ ഇംഗിതം ഇതാണെന്നറിഞ്ഞപ്പോൾ സമ്മതം മൂളി. അങ്ങനെ അഹമ്മദി വീട്ടിൽ തന്നെ അവളുടെ വിവാഹം നടത്തുകയും ചെയ്തു. രാവിലെ ആയപ്പോൾ തന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഗുലാം മുഹമ്മദ് അവിശ്വാസിയായി കഴിഞ്ഞിരിക്കുന്നു. അനഹമ്മദികളായ എന്റെ കുടുംബക്കാർ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചു, വളരെ പ്രയാസങ്ങളും എനിക്ക് നൽകി, എന്നെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ഹദ്റത്ത് ഹാഫിസ് നബി ബഖ് സാഹിബ് പറയുന്നു, എന്റെ മൂത്ത മകൻ അബ്ദുറഹ്മാൻ താലീമുൽ ഇസ്ലാം ഹൈസ്കൂൾ കാദിയാനിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ആ കുട്ടി 1907 സ്കൂളിൽ വെച്ച് തന്നെ വഫാത്താവുകയുണ്ടായി. അവന്റെ കഠിനമായ രോഗം കേട്ട് ഞാൻ അവിടെ എത്തി. ഹദ്റത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് ചികിത്സിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹദ്റത്ത് സാഹിബിന്റെ അടുത്ത് ചെന്നു. ഹുസൂർ തന്റെ പക്കൽ നിന്ന് ഒരു ഗുളിക നൽകി. ഇത് പാലിൽ അലിയിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ ഗുളിക നൽകുന്നതിന് മുമ്പേ ആ കുട്ടി വഫാത്തായി. ജനാദ ഫൈസുല്ല ചെക്കിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. അനുവാദം ലഭിച്ചു. അടുത്ത ജുമുഅയിൽ ഞാൻ കാദിയാനിൽ ചെന്നപ്പോൾ എന്നെ ദൂരത്ത് നിന്ന് കണ്ട് ഹുസൂർ വിളിച്ചു, മിയാ നബി ബഖ്ഷ് വരൂ. അപ്പോൾ വലിയ വലിയ ആളുകൾ ഹുസൂറിന്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വിനീതനെ ഹുസൂർ തന്റെ വലതുഭാഗത്തിരുത്തി പറഞ്ഞു, നബി ബഖ്ഷ്, താങ്കൾ വളരെയധികം ക്ഷമയിക്കൊണ്ടിരിക്കുന്നു. എന്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു, നാം താങ്കൾക്കായി കുറെ ദുആ ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്യുന്നതുമാണ്. അള്ളാഹു ഇതിനുള്ള പകരം നൽകുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് മക്കളുണ്ടായി. ഹദ്റത്ത് ഡോക്ടർ മുഹമ്മദ് തുഫൈൽ ഖാൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരെല്ലാം നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. മൗലവി ഗൗസ് മുഹമ്മദ് സാഹിബ് ഭേര എന്ന മൗലവി ബട്ടാലയിലെ സ്കൂളിൽ അറബിക് ടീച്ചറായിരുന്നു. മുസ്ലിം സ്റ്റാഫിന്റെ മുമ്പിൽ ഒരവസരത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ വളരെ മോശമായ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ഹെഡ്മാസ്റ്ററുടെ അടുത്ത് ചെന്നു. അവിടെ എത്തിയപ്പോൾ മിന്നൽ പിന്നർ പോലെ എന്റെ മനസ്സിൽ വന്നത് ഹെഡ്മാസ്റ്റർ ക്രിസ്ത്യാനിയാണ്. മതപരമായി അദ്ദേഹത്തിന് എന്നോട് ഒരു സഹതാപവും ഉണ്ടാവുകയില്ല. മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിന് ഒരു വെല്ലുവിളിയുമില്ല. അതുകൊണ്ട് തെറ്റ് എന്റേതാണെന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് ഞാൻ പിൻവാങ്ങി. ആ സമയം ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ വ്യക്തി നിന്റെ പ്രിയ വ്യക്തിയെ കുറിച്ച് വളരെ നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടോ അജ്ഞത കാരണമായോ ആയിരിക്കാം അദ്ദേഹം ഇത് പറഞ്ഞത്. യാഥാർത്ഥ്യം അറിഞ്ഞാൽ ഒരുപക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അള്ളാഹുവേ, നീ അയാൾക്ക് ഒരു അടയാളം കാണിക്കണമേ. അത് പാഠം ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതോടൊപ്പം ഒരു ശിക്ഷയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യട്ടെ. और हकीकत के मालूम हो जाने पर तायब हो जाए, इसलिए अल्लाह को दरख्वास्त की कि तेरे हुजूर तेरी दरगाह से ये चाहता हूँ कि हुजूर उनको कोई निशान. തുടർന്ന് അള്ളാഹു അയാൾക്ക് കാണിച്ച അടയാളം ഇതായിരുന്നു. लेकिन इसमें उनके लिए कोई सजा मुकद्दर न रखी जाए. ട്രെയിനിൽ യാത്ര ചെയ്യവേ सजा भी ना हो. അദ്ദേഹത്തിന്റെ 2-2.5 മാസം പ്രായമുള്ള കുട്ടി ഉമ്മയുടെ കയ്യിൽ നിന്നും പല പ്രാവശ്യം വീഴുകയും എന്നാൽ മുറിവേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. और गाड़ी के फर्श पर भी गिरा. യാത്രയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നടന്ന സംഭവത്തിന് ശേഷം ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, നിങ്ങൾക്ക് അപകടം ഇല്ലാത്ത രീതിയിലുള്ള അടയാളം കാണിച്ചു തരാനായി ഞാൻ ദുആ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അടയാളം കാണിച്ചു തന്നു. ഇതിനെ മാനിക്കുക. എന്നാൽ അഹങ്കാരത്തോടെ അയാൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്,
ഇതെല്ലാം യാദൃച്ഛികം മാത്രം. ഞാൻ അടയാളങ്ങളൊന്നും അംഗീകരിക്കാത്തവനാണ്. ഈ അടയാളം കൊണ്ട് ഫലമെടുക്കാത്തത് കാരണം അള്ളാഹു അയാളെ പിടിച്ചു. പെട്ടെന്ന് പനി വന്നു. ഈ പനി മരണത്തിന് കാരണമായി. മരണത്തിന് മുമ്പേ ഈ ശിക്ഷ തന്റെ ചീത്ത പറയലു കാരണമാണ് ലഭിച്ചത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. അത് കാരണം വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തിയപ്പോൾ എന്നെ പലവരും വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള പരാതി താങ്കൾ ചെയ്തു കഴിഞ്ഞു, എന്നോട് പരാതിപ്പെടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെയാണ് സത്യവാനെന്നും ഞാൻ കള്ളവാണ് പറഞ്ഞതെന്നും എനിക്ക് ബോധ്യമായിരിക്കുന്നു. മരണസമയത്തെങ്കിലും അവർ ഈ മാന്യത കാണിക്കുകയുണ്ടായി. ഹദ്രത്ത് ഹാഫിസ് മുബാറക് അഹമ്മദ് സാഹിബ് ലെക്ചർ ജാമിയ അഹമ്മദിയ ഖാദിയാൻ ഹദ്രത്ത് ഹാഫിസ് റോഷൻ അലി സാഹിബിന്റെ വാക്കുകളിൽ റിവായത്ത് ചെയ്യുന്നു. മൗലവി ഖാൻ മലക് സാഹിബ് പഞ്ചാബിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും അറിയപ്പെടുന്ന ഒരാളായിരുന്നു. പല പണ്ഡിതരും തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്നു. ഇത്രമാത്രം പ്രസിദ്ധി ഉണ്ടായിരുന്നിട്ടും വളരെ വിനീതനും സാധാരണക്കാരനുമായിരുന്നു. ഒരു സൂഫി മനുഷ്യനായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഒരുവിധ മോശവാക്കും കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം ജലാൽപൂർ ഷെരീഫയിലെ മുസഫർ സാഹിബ് തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വളരെ മോശമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ താങ്കളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറല്ല. ഹദ്രത്ത് മുൻഷി ഇമാമുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ മിർസ നിസാമുദ്ദീൻ, മിർസ ഇമാമുദ്ദീൻ എന്നിവർ മസ്ജിദ് മുബാറക്കിന് താഴെ മതിൽ കെട്ടി വഴിയടച്ചു. അഹമ്മദികൾക്ക് ഇത് കാരണം വലിയ പ്രയാസം നേരിട്ടു. ഇത് കാരണം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കോടതിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. ഈ സമയത്ത് എന്നെയും മുൻഷി അബ്ദുൽ അസീസ് സാഹിബ് ദഹലിയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മതിൽ കെട്ടുന്നതിന് മുമ്പേ ഇതിലൂടെ നടന്നു പോയിരുന്ന നിങ്ങളുടെ നാട്ടിലെ ഉന്നത വ്യക്തിത്വങ്ങളെ സാക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരിക. ഞാൻ ഫക്കീർ നമ്പർദാർ ലോക് ചൊക്നെ ഖാദിയാനിൽ കൊണ്ടുവന്നു. ഇവിടെയാണ് അന്വേഷണ സംഘം വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മുമ്പ് ഞങ്ങൾ വന്നിരുന്നു. ഈ വഴിയിലൂടെ ഞങ്ങൾ നടന്നിരുന്നു. ചിലപ്പോൾ കുതിരപ്പുറത്ത് കയറിയാണ് യാത്ര ചെയ്തിരുന്നത്. മിർസ നിസാമുദ്ദീൻ ഈ സാക്ഷ്യം നൽകുന്നതിന് മുമ്പേ ചോദിച്ചു, താങ്കൾ സാക്ഷ്യം പറയാനാണോ വന്നത്? ഫക്കീർ നമ്പർദാർ പറഞ്ഞു, അതെ. അപ്പോൾ മിർസ നിസാമുദ്ദീൻ അയാളോട് കയർത്ത് സംസാരിച്ചു. അപ്പോൾ ഫക്കീർ സാഹിബ് പറഞ്ഞു, മിർസ സാഹിബ്, താങ്കൾ എന്നെ ചീത്ത പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തേക്ക് വേട്ടയാടാൻ വരുമ്പോൾ ഇതിനേക്കാൾ മോശമായി ഞങ്ങൾ പെരുമാറുന്നതാണ്. ഇത് കേട്ടപ്പോൾ അയാൾ മിണ്ടാതിരുന്നു. ഇതിനു ശേഷം എനിക്ക് മുമ്പേ പരിചയമുണ്ടായിരുന്ന മിർസ നിസാമുദ്ദീൻ എന്നോട് പിണങ്ങി ഒരു വർഷത്തോളം മിണ്ടാതിരുന്നു. ഒരു വർഷത്തിന് ശേഷം ഗുരുദാസ്പൂരിൽ പോയതായിരുന്നു ഞാൻ. കോടതിക്ക് പുറത്ത് ഹർജി എഴുതുന്ന ആളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ മിർസ നിസാമുദ്ദീൻ വന്നു. ചോദിച്ചു, മുൻഷി സാഹിബ്, എന്നോട് എന്താണ് പിണങ്ങിയിരിക്കുന്നത്? മിണ്ടാത്തതെന്തേ? ഞാൻ പറഞ്ഞു, താങ്കളോട് സംസാരിക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട യജമാനെ കുറിച്ച് മോശമായി താങ്കൾ സംസാരിക്കുകയും ചെയ്താൽ എനിക്ക് അതുകൊണ്ട് വിഷമമുണ്ടാകും. പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഭക്തനായ ആളായിട്ടാണ് കരുതുന്നത്. അദ്ദേഹം മുഖേന എനിക്ക് എത്രയോ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ തോട്ടത്തിലെ വിറക് ആയിരക്കണക്കിന് രൂപക്ക് വിറ്റു. പച്ചക്കറി കൊണ്ട് ആയിരക്കണക്കിന് രൂപ വരുമാനവും ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇഷ്ടം പോലെ വരുമാനം വരുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങളുമായി ഞാൻ സുൽഹ് ചെയ്യുന്നു. ഖലീഫ നൂറുദ്ദീൻ സാഹിബ് ജമ്മു പറയുന്നു, മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവി അഹമ്മദിയത്തിന് എത്രയോ മുമ്പ് എന്റെ സുഹൃത്താണ്. ഒരിക്കൽ അദ്ദേഹം ചീനിയ പള്ളിയിൽ നമസ്കരിപ്പിക്കുകയായിരുന്നു. ഞാൻ മസ്ജിദിൽ പ്രവേശിച്ചു. എന്നിട്ട് ഒറ്റക്ക് നമസ്കരിച്ചു. മൗലവി സാഹിബ് നമസ്കാരത്തിൽ നിന്നും വിരമിച്ചപ്പോൾ ഞാൻ നമസ്കരിക്കുന്നതായി കണ്ടു. അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിനെ തുടർന്നുകൊണ്ട് ഞാൻ നമസ്കരിച്ചു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷിച്ചു. ഞാൻ ചോദിച്ചു, മൗലവി സാഹിബ്, മഗ്രിബിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവരെല്ലാം താങ്കളെ തുടർന്ന് നമസ്കരിക്കുകയാണെന്നാണ് താങ്കൾ കരുതുന്നത്? അനഹമ്മദികളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് പോകട്ടെ, ഏതെങ്കിലും അനഹമ്മദി എന്നെ തുടർന്ന് നമസ്കരിക്കുന്നത് പോലെ എനിക്കിഷ്ടമില്ല. മൗലവി സാഹിബ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പറഞ്ഞു, മറ്റു അഹമ്മദികൾക്കുള്ള വിശ്വാസം ഇങ്ങനെയല്ലല്ലോ. അവർ ആരും തന്നെ അനഹമ്മദികൾ അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നതിന് തടയാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, അള്ളാഹു പറയുന്നു, ഇത് ഓരോരുത്തരുടെയും അവരുടേതായ നിലപാടാണ്. നല്ലൊരു സംഭവമാണിത്. അള്ളാഹു പറയുന്നു, മാ കാന ലി നബിയ്യിൻ വല്ലസീന ആമനു ലിയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ സൽ ഖുർബ.
പ്രവാചകനും വിശ്വാസികൾക്കും മുശ്രിക്കീങ്ങൾക്കായി പാപമോചനത്തിനായി അർത്ഥിക്കാൻ അനുവാദമില്ല. അവർ അവരുടെ ബന്ധുക്കളാണെങ്കിലും ശരി. നിങ്ങളുടെ വിശ്വാസം ശിർക്കിന് കൂട്ടുനിൽക്കുന്നതല്ലേ? അതുകൊണ്ട് ഒരു ഇമാം എന്ന നിലയ്ക്ക് എന്റെ പിന്നിൽ അനഹമ്മതി ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്ത് ദുആയാണ് ചെയ്യുക? അള്ളാഹുവേ, എനിക്കും നിന്റെ മസീനെ നിഷേധിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഇയാൾക്കും പുറത്തു കൊടുക്കണമെന്നാണോ? ഈ സംഭവം ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വിവരിച്ചു. ഉദുർ ഇത് കേട്ട് പുഞ്ചിരിച്ചു. മുഹമ്മദ് നദീർ ഫാറൂഖി സാഹിബ് വിവരിക്കുന്നു, പല വർഷങ്ങൾ കഴിഞ്ഞു 1908 സ്വന്തം ഗ്രാമത്തിന് ചുറ്റും ഹക്കി നവാബ് അലി ഫാറൂഖിയുടെ എതിർപ്പ് ശക്തമായി. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നു. അത് വിവരിക്കാൻ കുറെ സമയമെടുക്കും. എന്നാൽ എല്ലാ പ്രയാസങ്ങളിലും അദ്ദേഹം സ്ഥിരചിത്തത കാണിച്ചു. തന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിച്ചില്ല. അതിന്റെ പകരമായി അള്ളാഹു തആല ഹക്കീം സാഹിബിന് സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം എപ്പോഴും അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന ആളായി മാറുകയും ചെയ്തു. ഷെയ്ഖ് സൈനുൽ ആബിദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ കൗമാരപ്രായത്തിൽ ഹസ്രത്ത് സാഹിബിന്റെ അടുത്ത് ഖാദിയാനിൽ വന്നു. ഉസൂർ പറഞ്ഞു, മിയാ സൈനുൽ ആബിദീൻ, നിങ്ങളുടെ വിവാഹത്തിനുള്ള വല്ല ആലോചന നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ആലോചന നടന്നിരുന്നു. അഹമ്മദിയത്തിലേക്ക് ഞാൻ ചാഞ്ഞപ്പോൾ അത് ഇല്ലാതായി. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതുവരെ ബയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും അഹമ്മദിയത്തിന്റെ പേരിൽ ഈ ബന്ധം മുറിയാൻ കാരണമെന്ത്? ഞാൻ പറഞ്ഞു, ഹുസൂർ, അവർ പറയുന്നത് മിർസ സാഹിബ് കാഫിറാണെന്ന് പറയണമെന്നാണ്. ഇതെനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഒരു പെണ്ണല്ല 10 പെണ്ണുങ്ങളെ തന്നാലും ഞാൻ മിർസ സാഹിബിനെ സത്യവാനാണെന്നേ പറയൂ. ഹുസൂർ പറഞ്ഞു, അള്ളാഹു നല്ലതേ ചെയ്യുകയുള്ളൂ. അള്ളാഹു തആല ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കളിലും ക്ഷമയും സ്ഥിരചിത്തതയും ദൃഢതയും പ്രദാനം ചെയ്യട്ടെ. ഖിലാഫത്തുമായി ഇവർക്ക് സുദൃഢ ബന്ധം നിലനിൽക്കട്ടെ. ഇന്ന് ജുമാക്ക് ശേഷം 2 ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ഹാളിറാണ്, അഹമ്മദുൽ ഹഫീസ് ഖാനം സാഹിബയുടേതാണ്. ഒന്നാമത്തേതാണ് ഷംസുൽ ഹഖ് സാഹിബിന്റെ ഭാര്യയാണ് ഇവര്. ഇവിടെ കുറച്ചു കാലമായി വന്നിട്ട് ഇവിടെ താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു. ഏപ്രിൽ 8-നാണ് വഫാത്തായത്. 81 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോയിട്ട സദർ ലജ്നയായി ഒരു ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ലാഹോറിൽ വന്നു. ഇവിടെ ഹൽക്ക സദറായി പ്രവർത്തിച്ചു. തബ്ലീഗ് ചെയ്യാൻ നല്ല താല്പര്യമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ പ്രായത്തിലും തബ്ലീഗ് ചെയ്യാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. സ്വാത്തികയും ദ്വാ ചെയ്യുന്ന ആളും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളും ഖിദ്മത്തെ ഹൽക്ക് ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. പാവങ്ങളെ പരിപാലിച്ചിരുന്നു. ഖിലാഫത്തിനോട് പ്രത്യേകമായ സ്നേഹമായിരുന്നു. ഇഖ്ലാസും കൂറും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. കുട്ടികളുടെ തർബിയത്ത് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഖിലാഫത്തിനോടും ജമാഅത്ത് സംവിധാനത്തോടും അനുസരണം പുലർത്തണം എന്ന് എപ്പോഴും ഉപദേശിച്ചിരുന്നു. 8-ൽ 1 വസിയത്ത് ചെയ്തിരുന്നു. ഖിലാഫത്തിനോടുള്ള ബന്ധം പലർക്കും മാതൃകയായിരുന്നു. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണുള്ളത്. ഇവിടെയുള്ള ഡോക്ടർ മുജീബുൽ ഹഖ് സാഹിബ് ഇവരുടെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ തർബിയത്തിന്റെ ഫലമായി ഇവരുടെ മക്കളും ജമാഅത്തിയായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അള്ളാഹു ഈ ബന്ധത്തെ വർദ്ധിപ്പിക്കട്ടെ. അവരുടെ സന്താനങ്ങളിലും അത് തുടർന്നു പോകട്ടെ. മർഹൂമയുടെ ആത്മാവിന് ഇത് കുളിർമ നൽകുന്നതായി തീരട്ടെ. ജുമാക്ക് ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. പുറത്തുപോയി ഞാൻ നമസ്കരിപ്പിക്കും. നിങ്ങൾ ഇവിടെ സഫ് ശരിയാക്കി നിൽക്കുക. രണ്ടാമത്തെ ജനാസ സയ്യിദ് മുഹമ്മദ് അഹമ്മദ് സാഹിബിന്റേതാണ്.
മുഹമ്മദ് അക്തർ സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബിയുടെ മകനായിരുന്നു. उनकी वालदा भी सुल्तानी सरदार बेगम साहिबा लंबा अरसा जमात की खिदमत की है स्कूल में. ഉമ്മ സർദാർ ബീഗം സാഹിബ് ഒരു ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ സഹാബിയ അല്ലെങ്കിലും ബയ്യത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. നേരിൽ കണ്ടിട്ടില്ല, ഭർത്താവിനേക്കാളും നേരത്തെ ബയ്യത്ത് ചെയ്തിരുന്നു. मसीसानी के മുഹമ്മദ് അഹമ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മിർസ ഖലീൽ അഹമ്മദ് സാഹിബിന്റെ മുലകൂടി സഹോദരനാണ്. सरदादी अब्दुल बासित इनके एक दूसरे भाई की रजाई बहन थी. ഹദ്രത്ത് ഉമ്മെ താഹിറിന്റെ മകൾ സാഹിബ്സാദി അഹമ്മദുൽ ബാസിദ് സാഹിബയുടെ साहब ഒരു സഹോദരന്റെ മുലയൂട്ട് സഹോദരൻ കൂടിയാണ്. हैं ഇദ്ദേഹത്തിന്റെ ഒരു മകൻ മുനവ്വർ അഹമ്മദ് സാഹിബ് സാഹിബ്സാദ മിർസ റഫി അഹമ്മദ് സാഹിബിന്റെ മരുമകനാണ്. इसी तरह बाकी बच्चे हैं. ഒരു മകൻ ഇവിടെ ഖാൻതോക്കിൽ ഡോക്ടറാണ്, ഡോക്ടർ സയ്യിദ് മുസഫർ അഹമ്മദ് സാഹിബ്. मखफरत का सलूक फरमाए. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ, जमात മഗ്ഫിറത്ത് നൽകട്ടെ, नस्लों को भी കുട്ടികളെയും ജമാഅത്തുമായി ബന്ധപ്പെടുത്തി നിർത്തട്ടെ. सदर रहे हैं. 22 साल अपने डिफेंस लाहौर में सदर रहे हैं. जमात की खिदमत की है इन्होंने. और മക്കൾക്കും സേവനത്തിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇദ്ദേഹം 22 വർഷം इन्होंने तमीर करवाया ലാഹോറിൽ സദറായിട്ടുണ്ട്. कम खर्च में. കഠിനാധ്വാനത്തോടെ ഗസ്റ്റ് ഹൌസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോംപ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ തന്റെ മേൽനോട്ടത്തിലാണ് നിർവഹിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് ഹാദിർ ജനാസയോടൊപ്പം ഞാൻ അനുഷ്ഠിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.